Hi friends, welcome back. Realme Narzo 60X എന്ന ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഈ ഒരു വീഡിയോ. ഇതിന്റെ പ്രൈസ് ഏകദേശം 12,999, അതായത് 13,000 രൂപ റേഞ്ചിൽ ആരംഭിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ ഒരു ബെസ്റ്റ് ഫോൺ എന്ന രീതിയിൽ തന്നെ നമുക്ക് പരിഗണിക്കാം. നാർസോ 60Xന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ നമുക്ക് വേറൊരു ബോക്സ്, അതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് നാർസോ 60Xന്റെ ഡിസൈൻ. അതായത് റിയർ സൈഡിലൊക്കെ ഒരു എക്സ് പോലത്തെ ഒരു പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. ഇത് വളരെ സ്ലിം ആയ ഒരു ഫോണാണ്. 7.89 mm ആണ് തിക്നെസ്, 190 gram ആണ് വെയിറ്റ്. സ്റ്റെല്ലർ ഗ്രീൻ, നെബുല പർപ്പിൾ തുടങ്ങിയ 2 കളറുകളാണ് ഇതിന് വരുന്നത്. നമ്മുടെ ഇരിക്കുന്നത് ഈ പറഞ്ഞ ഗ്രീൻ ആണ്. സോ കാണാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ. ബോക്സി സ്റ്റൈലിലുള്ള ഫോണാണ്. താഴെ 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേയിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി ഈ ഫോൺ താഴെ വെക്കാൻ നമുക്ക് ബാക്കിയുള്ള ബോക്സിലേക്കാണ് എൻ്റെ കൂടി ഒന്ന് നോക്കാം. ചാർജർ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ടൈപ്പ് സി കേബിളും കാണാം. സോ ബോക്സ് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. ഫോണിന്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ഡീസെന്റ് ആയ നല്ലൊരു ഡിസൈൻ എന്ന് നമുക്ക് പറയാം. ഈ ഫോണിന്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണെന്നാണ് റിയൽമി പറയുന്നത്. എങ്ങനെയുണ്ട് ഇതിന്റെ ക്യാമറ നമുക്ക് നോക്കാം. 50 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. 8 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. ഇമേജുകൾ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് നമുക്ക് കിട്ടുക. ഡേ ലൈറ്റിൽ നന്നായിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും വലിയ കുഴപ്പമില്ലാത്ത ഇമേജുകൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടല്ലേ. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും കൊള്ളാമെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഇമേജുകൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇതിന്റെ ക്യാമറ കൊണ്ട് 50 മെഗാപിക്സലിന്റെ ഇമേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് 50 മെഗാപിക്സൽ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള റിസൾട്ടാണ് വരിക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോയിലേക്ക് വന്നാൽ ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് നമുക്ക് മെയിൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഡീസന്റ് ആയ വീഡിയോ ക്വാളിറ്റി, ഫുൾ HD വീഡിയോ ആണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നമുക്ക് കാണാം. ഫുൾ HD ആണ് അവിടുത്തെയും മാക്സിമം റെസൊല്യൂഷൻ. ഈ കാണുന്ന തരത്തിലാണ് അതിന്റെ ഒരു ക്വാളിറ്റി. സോ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ക്യാമറ എന്ന് പറയാം അല്ലേ. ഇനി ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കിയാൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഓർത്ത് വറിയിടാവേണ്ട ആവശ്യമില്ല. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. 1% to 50% ഒരു 30 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ടാവും. 30 minutes 29-30 ആ ഒരു റേഞ്ചിലെ സമയം കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫുൾ ആക്കി എടുക്കാം. 50% കേട്ടോ. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ്, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6100+ എന്ന പ്രോസസറാണ് വെച്ചിരിക്കുന്നത്. ഒരു സാധാരണ യൂസിനാണെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു നൈസായ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വിഷയങ്ങളൊന്നുമില്ല. റിയൽമി UI 4.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. കുറച്ചധികം പരസ്യ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. നമുക്കിത് വേണമെങ്കിൽ ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് സെറ്റിംഗ്സ് എടുത്ത് ടേൺ ഓഫ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഈ കാണുന്ന തരത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് പിന്നെ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നൈസായിട്ട് ഉപയോഗിക്കാം. പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഇല്ല. അത്യാവശ്യം ചെറുകിട ഗെയിമുകൾ ഈ കാണുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാം. ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഡൈനാമിക് റാം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറേജിൽ നിന്ന് കുറച്ച് സ്പേസ് ഒക്കെ എടുത്ത് റാമിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. 6GB + 6GB എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് 12GB റാമിൻ്റെ ഒരു പവറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് സാരം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD + 120 Hz LCD ഡിസ്പ്ലേ ആണ്. 550 nitsന്റെ ഡീസന്റ് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ സൺലൈറ്റ് വിസിബിലിറ്റിയിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഈ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എന്നെ സംബന്ധിച്ച് നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. 5 ഹോൾ ക്യാമറ സെറ്റപ്പൊക്കെ ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നന്നായിരിക്കുന്നു എന്ന് പറയാം അല്ലേ. 120 Hz റീഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്മൂത്ത്നെസ്സിനും കുറവൊന്നുമില്ല. നെറ്റ്ഫ്ലിക്സിലൊന്നും HDR നമുക്ക് അവൈലബിൾ അല്ല, നോൺ തന്നെയാണ്. ബട്ട് ബാക്കിയെല്ലാം ഓക്കെ. യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഈ കാണുന്ന തരത്തിൽ മനോഹരമായിട്ട് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം കണ്ടു കഴിയുമ്പോൾ ഈ പറഞ്ഞ വിലയാണെങ്കിൽ 12,999 അല്ലെങ്കിൽ 13,000 രൂപ റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഫോണായിട്ട് തന്നെ നമുക്ക് കരുതാം. നിങ്ങളൊരു നോർമൽ യൂസിന് വേണ്ടി ഒരു നല്ല ഫോൺ ഈ ഒരു പ്രൈസിൽ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയുക. എന്നിട്ട് താല്പര്യം തോന്നുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ നാർസോ 60X എന്ന ഈ ഫോണിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.